ഇലക്ട്രോണിക്സ് മലയാളം ട്യൂട്ടോറിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറയാൻ പോകുന്നത് ആംപ്ലിഫയറിനെ കുറിച്ചാണ്. പല ആളുകളും സ്ഥിരമായിട്ട് നമ്മുടെ ചാനലിൽ കമൻ്റായിട്ട് ഇടുന്നതാണ് ആംപ്ലിഫയറിനെ കുറിച്ചൊന്ന് ക്ലാസ് എടുക്കുക എന്നുള്ളത്. ആംപ്ലിഫയർ അസംബ്ലിംഗ് അല്ല എന്ന് പറയുന്നത്. ആംപ്ലിഫയർ ഒരു ബോർഡൊക്കെ മേടിച്ചിട്ട് അത് അസംബിൾ ചെയ്ത് ഒരു USB പ്ലെയർ ആക്കുന്ന സിസ്റ്റത്തെക്കുറിച്ചല്ല. അത് നമുക്ക് ഇഷ്ടംപോലെ ചാനലുകളിൽ, യൂട്യൂബ് ചാനലുകളിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള കാര്യമാണ്. അതിന് കൂടുതൽ ടെക്നിക്കൽ നോളജും ആവശ്യമില്ല. അപ്പോൾ ഞാൻ ഇന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ആംപ്ലിഫയറിൻ്റെ പ്രവർത്തനം എന്താണ് എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ്. അതിനുശേഷം നമുക്കതിൻ്റെ അസംബ്ലിങ്ങിനെ കുറിച്ചുള്ളത് വിശദമായിട്ട് പറയാം. സാധാരണ കേട്ടിട്ടുണ്ടാവും ട്രാൻസിസ്റ്ററിനെ ആംപ്ലിഫയർ ആയിട്ട് ഉപയോഗിക്കും എന്നുള്ള കാര്യം. ട്രാൻസിസ്റ്ററിൻ്റെ ഒരു ആപ്ലിക്കേഷനാണ് അതിനെ ആംപ്ലിഫയർ ആയിട്ട് ഉപയോഗിക്കാം എന്നുള്ളത്. അപ്പോൾ ആ പ്രവർത്തനം എങ്ങനെയാണ് എന്നുള്ളതിൻ്റെ ചെറിയൊരു ബേസിക് ഐഡിയ, അതിലൊരുപാട് ശരിക്ക് കണക്കുകൾ വരുന്നുണ്ട്, മാത്തമാറ്റിക്കലായിട്ടുള്ള കുറേ കാര്യങ്ങൾ വരുന്നുണ്ട്. അതിനൊക്കെ സ്കിപ്പ് ചെയ്ത് ഒരു സാധാരണ ഒരാൾക്ക് ഇതിൻ്റെ പ്രവർത്തനം മനസ്സിലാക്കി കൊടുക്കുന്ന രൂപത്തിലുള്ള ഒരു കാര്യമാണ് ഇവിടെ ഞാൻ പറയുന്നത്. ഒരു ട്രാൻസിസ്റ്റർ ആംപ്ലിഫയറിൻ്റെ സർക്യൂട്ട് ഡയഗ്രമാണ് ഈ കൊടുത്തിട്ടുള്ളത്. ഇവിടെ പോസിറ്റീവ് 12 വോൾട്ട് കൊടുക്കും. ഇതിങ്ങനെ 2 വയറുകൾ, ഈ ഭാഗത്ത് ഓഡിയോ ഇൻപുട്ട്, ഇവിടെ ഓഡിയോ ഔട്ട്പുട്ടും കിട്ടും. ഇതാണൊരു സിമ്പിളായിട്ടുള്ള ട്രാൻസിസ്റ്റർ ആംപ്ലിഫയറിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം. ഇനി ഇതിൻ്റെ പ്രവർത്തനം എന്താണെന്ന് പറയാം. ഈ 2 റെസിസ്റ്ററുകളെ വോൾട്ടേജ് ഡിവൈഡർ സർക്യൂട്ട് എന്നാണ് പറയുന്നത്. അതായത് ഇപ്പോൾ 2 സപ്ലൈകൾ പോസിറ്റീവും നെഗറ്റീവും ഉണ്ട്. ഈ ഭാഗത്ത് 2 റെസിസ്റ്റേഴ്സിനെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഈ 2 റെസിസ്റ്റേഴ്സ് ഇവിടെ വോൾട്ടേജ് ഡിവൈഡറായിട്ട് പ്രവർത്തിക്കും. വോൾട്ടേജ് ഡിവൈഡറായിട്ട് പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ 10 വോൾട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ സെയിം വാല്യൂവിലുള്ള 2 റെസിസ്റ്റേഴ്സ് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ 5 വോൾട്ട് കിട്ടും, ഇവിടെ ചെക്ക് ചെയ്താൽ 5 വോൾട്ടും കിട്ടും. അതാ ടോട്ടൽ വോൾട്ടേജിനെ ഇത് ഡിവൈഡ് ചെയ്തു, ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്ത് വെച്ചു. ഇതിനാണ് വോൾട്ടേജ് ഡിവൈഡർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഇതൊരു വോൾട്ടേജ് ഡിവൈഡർ സർക്യൂട്ടാണ്. ഇതിനെ ശരിക്കും ബയാസിങ് സർക്യൂട്ട് എന്നും പറയും, ബയാസിങ് റെസിസ്റ്ററുകൾ എന്നൊക്കെ പറയും. അതായത് ഇവിടെ ഈ ട്രാൻസിസ്റ്ററിനെ ഒരു പ്രത്യേക വോൾട്ടേജിലേക്ക് ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ടാകും. ഈ ഏരിയയിൽ ഒരു പ്രത്യേക വോൾട്ടേജ് ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടാകും. ആ വോൾട്ടേജ് എത്രയാണ് എന്നുള്ളതൊക്കെ ഒരുപാട് കാൽക്കുലേഷൻസുകളുണ്ട്, അതിനടിസ്ഥാനമാക്കിയിട്ടാണ് ചെയ്യുക. എനിക്ക് പ്രവർത്തനം ഐഡിയ കിട്ടാൻ വേണ്ടി മാത്രം ഞാനൊരു ചെറിയൊരു ഉദാഹരണം എടുത്തിട്ട് പറയുകയാണ്. എക്സാമ്പിളായിട്ട് ഇവിടെ ഉപയോഗിക്കുന്ന ട്രാൻസിസ്റ്റർ BC 548 ആണെന്ന് കരുതിക്കോളൂ. ഈ BC 548 ട്രാൻസിസ്റ്ററിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞിരുന്നു, അതിൻ്റെ ഡാറ്റ ഷീറ്റൊക്കെ പറഞ്ഞിരുന്നു. ഇതിൻ്റെ ബേസിൽ കൊടുക്കാവുന്ന മാക്സിമം വോൾട്ടേജ് 6 വോൾട്ട് ആണ് എന്നുള്ള കാര്യമൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ ഇവിടെ ഈ വോൾട്ടേജ് ഡിവൈഡർ അല്ലെങ്കിൽ ബയാസിങ് സർക്യൂട്ട് വഴി ഇവിടെ സെറ്റാക്കിയിട്ടുള്ള വോൾട്ടേജ് 3 വോൾട്ടാണെന്ന് കരുതുക. ഇതൊക്കെ പറയുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, കമൻറ്റ് ബോക്സിൽ വന്നിട്ട് എന്നെ തെറി പറയാൻ നിൽക്കരുത്. ഞാനിത് പറയുന്നതെല്ലാം ഒരു ഉദാഹരണത്തിന് വേണ്ടിയിട്ടാണ് ഈ 3 വോൾട്ടും കാര്യങ്ങളൊക്കെ പറയുന്നത്. ഒരിക്കലും ഒരു 3 വോൾട്ടിലൊന്നല്ല അവിടെ ഫിക്സ് ചെയ്തിട്ടുണ്ടാവുക, അതിനേക്കാൾ കുറഞ്ഞ വോൾട്ടേജിലാണ് ഫിക്സ് ചെയ്തിട്ടുണ്ടാവുക എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഒരു ഉദാഹരണത്തിന് വേണ്ടി മാത്രം പറയുന്നതാണ് കേട്ടോ. അത് കണ്ടിന്യായിട്ട് തെറ്റിദ്ധരിക്കരുത്, കാണുമ്പോൾ മുഴുവനായിട്ട് കണ്ടിട്ട് തന്നെ പ്രതികരിക്കുക. ഇപ്പോൾ ഇവിടെ 3 വോൾട്ട് ഇവിടെ സെറ്റാക്കി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഈ ട്രാൻസിസ്റ്ററിൻ്റെ ഓണായി കിടക്കുന്ന അവസ്ഥ പകുതിയിലായിരിക്കും. പകുതിയിലായിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ ഈ റെസിസ്റ്റർ ഒന്നും ഇല്ലയെന്ന് കരുതുക. ഈ റെസിസ്റ്ററും സംവിധാനങ്ങളൊന്നുമില്ല. ഒന്നുമില്ലെങ്കിൽ ഈ ട്രാൻസിസ്റ്റർ ഓഫാണല്ലോ, ബേസിൽ സിഗ്നൽ ഇല്ലാത്തതുകൊണ്ട് ഇത് ഓഫാണ്. ഇപ്പോൾ ഇത് ഓഫാണെങ്കിൽ ഇതിൻ്റെ ഈ കളക്ടറിൽ നിന്നുള്ള കറണ്ട് ഇങ്ങനെ വന്ന് ഇങ്ങോട്ട് ഒഴുകാൻ കഴിയില്ല, പകരം ഇവിടെ വന്ന് നിൽക്കും, ഇങ്ങോട്ട് ഒഴുകില്ല. ഇവിടെ വന്ന് നിൽക്കുമ്പോൾ നമ്മൾ ഇവിടുത്തെ വോൾട്ടേജ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഈ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ഈ 2 വയറിനെ ആയിട്ട് ഔട്ട്പുട്ടായിട്ട് യൂസ് ചെയ്യുന്നത്. ഈ 2 വയറിൽ നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ 12 വോൾട്ട് കിട്ടും. കാരണം ഇവിടുന്ന് വരുന്ന വോൾട്ടേജ് ഇവിടെ തന്നെ വന്ന് നിൽക്കുന്നുണ്ടാവും, ഇവിടെ നെഗറ്റീവും. അപ്പോൾ നമ്മൾ ഇവിടുത്തെ ഗ്രാഫ് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്കിവിടെ കിട്ടുന്ന ഗ്രാഫ് ഇങ്ങനെയായിരിക്കും, 12 വോൾട്ട് പ്ലസ് 12 വോൾട്ട് അവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. ഓക്കെ, ഞാനിതൊന്ന് ചെറുതാക്കിയിട്ടൊന്ന് വരയ്ക്കാം, നമുക്ക് ഗ്രാഫും കാര്യങ്ങളൊക്കെ ഇതിൽ ഉൾക്കൊള്ളിക്കാനാണ്. ഓക്കെ, ഈ ഭാഗത്തുള്ള ഔട്ട്പുട്ടാണ് നമ്മൾ നോക്കുന്നത്. ഔട്ട്പുട്ടിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു ഗ്രാഫ് കൊടുത്തിട്ടുണ്ട്. ഈ ഗ്രാഫിൽ 12 വോൾട്ട് വന്ന് നിൽക്കുന്നുണ്ടാവും. എപ്പോഴും ഇവിടെ 12 വോൾട്ട് ആയിരിക്കും, കാരണം ഇതിൻ്റെ ബേസിൽ സിഗ്നലൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇത് ഓഫായി കിടക്കുകയാണ്. ഇനി ജസ്റ്റ് ഒന്ന് ചിന്തിച്ച് നോക്കാം, നമ്മൾ ഇവിടെ റെസിസ്റ്റർ ഇട്ടു. ഒരു റെസിസ്റ്റർ ഇട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇതിൻ്റെ ബേസിലേക്ക് കറണ്ട് കിട്ടി, ബേസിലേക്ക് ഒരു കറണ്ട് അല്ലെങ്കിൽ വോൾട്ടേജ് കിട്ടിക്കഴിഞ്ഞാൽ ഇത് ഓണായി. ഇപ്പോൾ ഇത് ഓൺ ആവുന്നതിനനുസരിച്ച് ഇതിൻ്റെ കളക്ടർ ടു എമിറ്റർ കറണ്ട് ഒഴുകും. അപ്പോൾ കറണ്ട് ഒഴുകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഈ വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാവില്ല, ഇവിടുത്തെ റെസിസ്റ്റൻസ് മാറും. ഇവിടെ 12 വോൾട്ട്, ഈ ഭാഗത്ത് 12 വോൾട്ട് ഉണ്ടാവാൻ കാരണം ഇവിടുത്തെ ഈ 2 കാലുകളുടെ എമിറ്ററിൻ്റെയും കളക്ടറിൻ്റെയും ഇടയിലുള്ള റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഹൈ റെസിസ്റ്റൻസ് ആയിരുന്നു. ഒരിക്കലും കറണ്ട് ഒഴുകാത്ത അവസ്ഥയായതുകൊണ്ടാണ് ഇവിടെ നമുക്ക് 12 വോൾട്ട് കിട്ടിയത്. എന്നാൽ ഇതിലൂടെ
ഇവിടുത്തെ റെസിസ്റ്റൻസ് കുറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇതിലൂടെ കറണ്ട് ഒഴുകും, ഇവിടെയുള്ള വോൾട്ടേജിൻ്റെ അളവ് കുറയും. അപ്പോൾ ഇവിടെയുള്ള വോൾട്ടേജിൻ്റെ അളവ് ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഇപ്പോൾ ഇവിടേക്ക് നമ്മൾ ഇവിടെ ഇതിലേക്ക് 6 വോൾട്ട് കൊടുത്തു എന്ന് കരുതുക. 6 വോൾട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഈ ട്രാൻസിസ്റ്റർ ഫുള്ളായിട്ട് ഓണാകും. 6 വോൾട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഇത് ഫുള്ളായിട്ട് ഓണായി കഴിഞ്ഞാൽ ഇവിടെയുള്ള മുഴുവൻ കറണ്ടും ഇങ്ങോട്ട് കടന്നു പോകും. മുഴുവൻ കറണ്ട് ഇങ്ങോട്ട് കടന്നു പോകുമ്പോൾ നമ്മൾ ഇവിടെ വോൾട്ടേജ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് വോൾട്ടേജ് 0 ആയിരിക്കും. ഇപ്പുറത്ത് വോൾട്ടേജ് ഒന്നും കിട്ടില്ല, ഒരു വോൾട്ടേജ് ഉണ്ടാവില്ല ഇതിന് അക്രോസ് ആയിട്ട്. ഓക്കെ, എന്നാൽ നമ്മൾ ഈ റെസിസ്റ്ററിൻ്റെയും ഇപ്പുറത്ത് ചെക്ക് ചെയ്യുകയാണെങ്കിൽ വോൾട്ടേജ് ഉണ്ടാവും. പക്ഷേ ഇവിടെ നമ്മൾ ചെക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് വോൾട്ടേജ് ഒന്നും കാണിക്കില്ല. അതേസമയം നമ്മളിവിടെ ഒരു 3 വോൾട്ട് കൊടുത്തു എന്ന് കരുതാം. 3 വോൾട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ ട്രാൻസിസ്റ്റർ പകുതി ഓണായി കഴിഞ്ഞാൽ ഇവിടെ ഈ ഇൻപുട്ടിൽ കൊടുത്ത വോൾട്ടേജിൻ്റെ പകുതി വോൾട്ടേജ് ഇവിടെ കിട്ടിക്കൊണ്ടിരിക്കും. പകുതി വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ 6 വോൾട്ട്. ഇപ്പോൾ ടോട്ടൽ ഇതാണല്ലോ, ഇപ്പോൾ ഇവിടെ 6 വോൾട്ട് കിട്ടിക്കൊണ്ടിരിക്കും. ഓക്കെ, പകുതി വോൾട്ടേജ് എപ്പോഴും ഇവിടെ കിട്ടുന്ന ഒരവസ്ഥയുണ്ടാവും. അപ്പോൾ ഇങ്ങനെ എപ്പോഴും ഇവിടെ ചെറിയൊരു വോൾട്ടേജ് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഈ വോൾട്ടേജ് ഡിവൈഡർ സർക്യൂട്ട് അറേഞ്ച് ചെയ്തിട്ടുള്ളത്, ഒരു ബയാസിങ് സർക്യൂട്ട്. ഈ ബയാസിങ് സർക്യൂട്ട് ഇവിടെ ഉണ്ടെങ്കിൽ എപ്പോഴും ഇപ്പുറത്തേക്ക് ഒരു 6 വോൾട്ട് കിട്ടിക്കൊണ്ടേയിരിക്കും. നമ്മൾ ബേസിൽ ഓഡിയോ സിഗ്നലോ കാര്യങ്ങളോ ഒന്നും ഇപ്പോൾ കൊടുത്തിട്ടില്ല കേട്ടോ. ഇനി ബാക്കി കാര്യങ്ങൾ അവിടെ നിൽക്കട്ടെ, ഇപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യം അവിടെ നിൽക്കുക. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ മറ്റൊരു കാര്യം കൂടി പറയാം. ഇപ്പോൾ ഈ സാധനം ഒന്നും ഇവിടെ കൊടുത്തിട്ടില്ല എന്ന് കരുതുക. എക്സാമ്പിളായിട്ട് ഇതൊന്നും ഇല്ല ഇവിടെ, ബേസ് ഒന്നും കൊടുത്തിട്ടില്ല. പകരം ഇവിടെ നമ്മൾ നേരെ ഓഡിയോ സിഗ്നലിന് കൊടുക്കുകയാണ്. ഓഡിയോ സിഗ്നൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ AC പൾസാണ്. അതിൻ്റെ ഷേപ്പ് പലതും ആവാം. ഞാൻ ഈ വരച്ചത് സൈൻ വേവ് ആണ്. ഇതിങ്ങനെ പല ഷേപ്പിലും ഉണ്ടാവാം. അതാണ് ഓഡിയോ സിഗ്നൽ, AC വേവ്സ് ആണ്. അപ്പോൾ ഈ ഒരു വേവിനെ നമ്മൾ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആ വേവിനനുസരിച്ച് ഈ ട്രാൻസിസ്റ്റർ ഓൺ ആകും. പക്ഷേ ഇവിടെ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഓഡിയോ വേവിൻ്റെ ഈ ഹൈറ്റ് അല്ലെങ്കിൽ അതിൻ്റെ മാക്സിമം വോൾട്ടേജ് എന്ന് പറയുന്നതിന് വളരെയധികം ചെറിയ വോൾട്ടേജാണ്. ചെറിയ വോൾട്ടേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മളിപ്പോൾ ഹെഡ്സെറ്റൊക്കെ കണക്ട് ചെയ്യുമ്പോൾ നമുക്കറിയാം, ആ ഹെഡ്സെറ്റ് കണക്ട് ചെയ്യുന്ന പിന്നിൽ നമ്മൾ മറ്റെന്തെങ്കിലും ഒരു സ്പീക്കറിന് ഡയറക്റ്റ് കൊടുത്താൽ ഒന്നും വർക്ക് ചെയ്യില്ല. കാരണം അതിൽ വരുന്ന വോൾട്ടേജ് വളരെയധികം ചെറിയ വോൾട്ടേജാണ്, മില്ലി വോൾട്ട് റേഞ്ചിലാണ് വരുന്നത്. അപ്പോൾ മില്ലി വോൾട്ട് റേഞ്ചിൽ ഒരിക്കലും ഒരു ട്രാൻസിസ്റ്ററിൻ്റെ ബേസിനെ ഓൺ ചെയ്യാൻ സാധിക്കില്ല. കാരണം ട്രാൻസിസ്റ്ററിൻ്റെ ബേസ് ഓൺ ആവണമെന്നുണ്ടെങ്കിൽ മിനിമം 0.7 വോൾട്ടേജ് വരണം എന്നുള്ള കാര്യം നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ആവശ്യത്തിന് കൂടിയിട്ടാണ് ഈ ബയാസിങ് എന്ന് പറയുന്ന ഒരു സാധനത്തിന് അവിടെ ചെയ്തു കൊടുക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, ഇവിടെ ബയാസിങ് ഒക്കെ ചെയ്തു വെച്ചു. ബയാസിങ് ചെയ്തു വെച്ചതുകൊണ്ട് ഔട്ട്പുട്ടിൽ എപ്പോഴും 6 വോൾട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഒരു ബയാസിങ് ചെയ്ത സർക്യൂട്ടിലേക്ക് ഒരു ഓഡിയോ സിഗ്നലിനെ കൊടുക്കുകയാണ്. അപ്പോൾ ഓഡിയോ സിഗ്നലിനെ കൊടുക്കുമ്പോൾ ആദ്യം ഓഡിയോ സിഗ്നലിലെ പോസിറ്റീവ് ഇങ്ങനെ വന്നു. പോസിറ്റീവ് ഇങ്ങനെ വരുന്നത് നോക്കുക, നമുക്ക് ആദ്യം 0 വോൾട്ടാണ്. 0 വോൾട്ട് ഇവിടെ കിട്ടുമ്പോൾ പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല. കാരണം ആൾറെഡി ഇവിടെ 3 വോൾട്ട് ഉണ്ട്. ആ 3ൻ്റെ കൂടെ 0 പാടെ കൂടിക്കഴിഞ്ഞാൽ 3 വോൾട്ട് തന്നെയാണ്. ഇപ്പുറത്ത് 6 വോൾട്ട് തന്നെ ഉണ്ടാവും. ഇവിടെ വരുന്ന ഈ ഒരു സിഗ്നൽ മാക്സിമം സ്ട്രെങ്ത്ത് 3 വോൾട്ട് ഉണ്ടെന്ന് കരുതിക്കോളൂ. ഇതൊക്കെ ഉദാഹരണം കേട്ടോ, മില്ലി വോൾട്ട് റേഞ്ചിൽ ഉണ്ടാവുള്ളൂ. നിങ്ങൾക്ക് ഐഡിയ കിട്ടാൻ വേണ്ടി പറയുന്നതാണ്. മാക്സിമം 3 വോൾട്ട് ഹൈറ്റുള്ള സിഗ്നലാണ് ഇവിടെ വരുന്നത്. ആ സിഗ്നലിൽ 1 വോൾട്ട് ഇവിടെ വന്നു. 1 വോൾട്ട് വന്നു കഴിഞ്ഞാൽ ആ 1 വോൾട്ട് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ആ 1ഉം 3ഉം കൂടി ഇവിടെ 4 വോൾട്ടായി. ഇവിടെ ബേസിൽ 4 വോൾട്ടായി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇതിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ ഒഴുകുന്ന കറണ്ട് കൂടും. അങ്ങനെ കറണ്ട് കൂടിക്കഴിഞ്ഞാൽ ഇവിടെ ആൾറെഡി ഇവിടെ നമുക്ക് ഉണ്ടായിരുന്നത് 6 വോൾട്ടാണ്. ആ 6 വോൾട്ട് വീണ്ടും കുറയും. 6നേക്കാൾ കുറവ് വോൾട്ടേ പിന്നെ ഇവിടെ കിട്ടുള്ളൂ. കാരണം ഇതിലൂടെ ഒഴുകുന്ന കറണ്ട് കൂടിയല്ലോ. അപ്പോൾ ഇവിടെ കറണ്ട് കുറച്ചൊന്ന് കുറഞ്ഞു ഔട്ട്പുട്ടിൽ. ഈ കുറയുന്നതിൻ്റെ ഷേപ്പും ശ്രദ്ധിക്കണം. അതായത് ഇവിടെ വരുന്ന സിഗ്നൽ എങ്ങനെയാണോ അതിനനുസരിച്ചാണ് ഇപ്പുറത്തും കുറഞ്ഞുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഇവിടുത്തെ വോൾട്ടേജ് പിന്നെ ഇങ്ങനെ കൂടി 3 വോൾട്ട് എത്തി. 3 വോൾട്ട് എത്തിക്കഴിഞ്ഞാൽ ഇവിടെ കിട്ടുന്ന സിഗ്നൽ എന്ന് പറയുന്നത്, ഈ സിഗ്നൽ ഇങ്ങോട്ടല്ലേ കൊടുക്കുന്നത്, ഇവിടെ 3+3 6 വോൾട്ടാണ് ഇവിടെ കിട്ടുക. 6 വോൾട്ട് ഇവിടെ കിട്ടിക്കഴിഞ്ഞാൽ ഈ ട്രാൻസിസ്റ്റർ പൂർണ്ണമായിട്ടും ഓണായി. ഇത് പൂർണ്ണമായിട്ടും ഓണായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ഇതിൽ ഫുള്ള് കറണ്ട് ഒഴുകും. ഇവിടെ വോൾട്ടേജ് ഒന്നും ഉണ്ടാവില്ല. ഇവിടുത്തെ വോൾട്ടേജ് 0 ആണ്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ ഗ്രാഫ് നോക്കിക്കഴിഞ്ഞാൽ അത് നേരെ 0 ആയിട്ടുണ്ടാവും. ഇനി ഈ വോൾട്ടേജ് 3ൽ നിന്ന് പിന്നെ ഡൗൺ ചെയ്യാണ്. ഇത് കുറഞ്ഞിട്ട് നേരെ ഒരു 0 വോൾട്ടിലേക്ക് തന്നെ എത്തി. സ്വാഭാവികമായിട്ടും ഇവിടേക്ക് കൊടുക്കുന്ന വോൾട്ടേജ് ആദ്യം 6 ആയിരുന്നു. ഈ 3ഉം ഇവിടുത്തെ 3 കൂടി 6 ആയിരുന്നു. പിന്നീട് അത് കുറഞ്ഞു വന്നു. കുറഞ്ഞു വരാൻ കാരണം ഇതിലേക്ക് കൊടുത്ത ഈ വോൾട്ടേജ് എപ്പോഴും ഫിക്സഡ് ആണ്. ഇവിടെയുള്ള വോൾട്ടേജ് എപ്പോഴും ഫിക്സഡ് ആണ് 3 എന്ന് പറയുന്നത്. അതിലേക്ക് കൊടുത്ത വോൾട്ടേജ് അങ്ങനെ കുറഞ്ഞു വന്നതിൻ്റെ ഫലമായിട്ട് ഇതിൻ്റെ ട്രാൻസിസ്റ്റർ ഓൺ ആവുന്നതിൻ്റെ അളവ് കുറയും. അതായത് ഇതിൻ്റെ ഈ കളക്ടർ ടു എമിറ്റർ ഒഴുകുന്ന കറണ്ട് കുറയും. കറണ്ട് കുറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇവിടെ ഉണ്ടാകുന്ന വോൾട്ടേജ് കൂടും.
വോൾട്ടേജ് കൂടിയിട്ട് എന്ത് ചെയ്യും, ഇവിടെ 3 വോൾട്ടിലേക്ക് എത്തുമ്പോൾ ഇവിടെ വോൾട്ടേജ് കൂടിയിട്ട് അത് 6 വോൾട്ടിലേക്ക് എത്തും. 6 വോൾട്ടിലേക്ക് തന്നെ പഴയ സ്റ്റേജിലേക്ക് തന്നെ എത്തും. ഇനി അങ്ങനെ പഴയ സ്റ്റേജിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അടുത്തത് ഇത് നെഗറ്റീവാണ്. നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, പൊളാരിറ്റി മാറി വരിക എന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ പൊളാരിറ്റി മാറി വരുമ്പോൾ ഇവിടെ -1 വന്നു, -1 ഒരു വോൾട്ടേജ് വന്നു കഴിഞ്ഞാൽ ഈ -1ഉം ഇവിടുത്തെ 3ഉം തമ്മിൽ ക്യാൻസൽ ആയിട്ട് ഇവിടുത്തെ വോൾട്ടേജ് 2 ആയിട്ട് മാറും. 2 വോൾട്ടേജ്, കാരണം 3ലേക്ക് -1 കൊടുത്തു കഴിഞ്ഞാൽ അത് കുറച്ച് ബാക്കിയുള്ള വോൾട്ടേജുകൾ കിട്ടും, 2 വോൾട്ട്. അപ്പോൾ ഇവിടുത്തെ വോൾട്ടേജ് കുറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇതിൻ്റെ അടിയിലുള്ള റെസിസ്റ്റൻസ് കൂടും. റെസിസ്റ്റൻസ് കൂടിക്കഴിഞ്ഞാൽ ഇവിടെയുള്ള വോൾട്ടേജും കൂടും. അപ്പോൾ ഇവിടുത്തെ വോൾട്ടേജ് ഒരു പൊടിക്കൊന്ന് കൂടി. ഇനി ഇതിങ്ങനെ കുറഞ്ഞു വന്നിട്ട് -3ലേക്ക് എത്തി. -3ലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഈ ട്രാൻസിസ്റ്റർ ഇവിടെ 3 കൊടുക്കുന്നുണ്ട്, ആ 3ൽ നിന്ന് -3 കുറച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്കിവിടെ കിട്ടുന്നത് 0 വോൾട്ടാണ്. ഇതിൻ്റെ ബേസിൽ വോൾട്ടേജ് ഒന്നും ഇല്ലാത്ത അവസ്ഥയായി. വോൾട്ടേജ് ഒന്നും ഇല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും ഇവിടുത്തെ റെസിസ്റ്റൻസ് ഹൈ ആയിരിക്കും. റെസിസ്റ്റൻസ് ഹൈ ആയി കഴിഞ്ഞാൽ ഇതിലൂടെ കറണ്ട് ഒഴുകുകയില്ല. അതുകൊണ്ട് ഇവിടുത്തെ വോൾട്ടേജ് എന്ന് പറയുന്നത് ഇവിടെ കൊടുത്ത വോൾട്ടേജ് ആയിരിക്കും. അപ്പോൾ ഇവിടുത്തെ ഗ്രാഫ് നോക്കിക്കഴിഞ്ഞാൽ ഇത് നേരെ 12 വോൾട്ടിലേക്ക് എത്തിയിട്ടുണ്ടാവും. പിന്നെ നോക്കുക, ഈ വോൾട്ടേജ് പിന്നെ ഇങ്ങനെ വന്നിട്ട് -2ലേക്ക് തന്നെ എത്തി. -2 വോൾട്ടേജിലേക്ക് എത്തി. -2ലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇവിടെ എന്തുണ്ടാവും, 3 -2 കുറച്ച് കഴിഞ്ഞാൽ ബാക്കി ഇവിടെ 1 വോൾട്ട് ഉണ്ടാവും. അപ്പോൾ 1 വോൾട്ട് ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതിലൂടെ കുറച്ച് കറണ്ട് ഒഴുകും. കുറച്ച് കറണ്ട് ഒഴുകുന്നതിന് ഫലമായിട്ട് ഇവിടെയുള്ള വോൾട്ടേജിൻ്റെ അളവ് ഒന്ന് കുറയും. അതിങ്ങനെ കുറഞ്ഞു. പിന്നീട് അങ്ങനെ കുറഞ്ഞ് ഈ സിഗ്നൽ ഇങ്ങനെ വന്നിട്ട് 0ലേക്ക് എത്തി. ഇത് 0ലേക്ക് എത്തിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇവിടുത്തെ വോൾട്ടേജ് 3 ആയിരിക്കും. കാരണം ഇവിടുത്തെ 0 വോൾട്ടും ഇവിടുത്തെ 3ഉം കൂടിയാൽ 3 വോൾട്ട് കിട്ടും. അപ്പോൾ 3 വോൾട്ട് ഇവിടെ കിട്ടുന്നതുകൊണ്ട് തന്നെ ഈ ട്രാൻസിസ്റ്റർ നേരത്തെ കണ്ടീഷൻ, അതായത് ഇവിടെ 6 വോൾട്ടുള്ള സെയിം കണ്ടീഷനിലേക്ക് തിരിച്ചെത്തും. ഓക്കെ, പിന്നെ ഇവിടെ ഈ സിഗ്നൽ വരും. അതേപോലെ അതിനനുസരിച്ച് ഇവിടെയും ഈ സിഗ്നൽ ഇങ്ങനെ മാറ്റം വന്നുകൊണ്ടിരിക്കും. ഇപ്പോൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കുന്നൊരു കാര്യം, ഒന്ന് ഇവിടെ വന്ന സിഗ്നൽ ആകെ 3 വോൾട്ടാണ് മാക്സിമം 3 വോൾട്ട്. ഇവിടെ വന്ന സിഗ്നലിൻ്റെ മാക്സിമം വോൾട്ടേജ് നോക്കിക്കഴിഞ്ഞാൽ 6 വോൾട്ടേജാണ്. 6 വോൾട്ട് ലെവലിലേക്ക് ഇത് മാറി. എന്നാൽ ഇതിൻ്റെ ഷേപ്പിൽ കാര്യമായിട്ട് ഒരു വ്യത്യാസം വന്നിട്ടില്ല. ഒന്ന് ഒരു ഫേസ് ഷിഫ്റ്റ് ഉണ്ടായിട്ടുണ്ട്. ഫേസ് ഷിഫ്റ്റ് ഇവിടെ ഒന്ന് മുഖം അങ്ങോട്ട് മാറിയിട്ടുണ്ട്. അതായത് ഇവിടെ പോസിറ്റീവ് വന്നപ്പോൾ ഇവിടെ നെഗറ്റീവാണ് വന്നത് എന്നതൊഴിച്ചാൽ വേറെ സിഗ്നലിൻ്റെ ഷേപ്പിൽ ഒരു വ്യത്യാസം വന്നിട്ടുണ്ടാവില്ല. കറക്റ്റ് ഇവിടെ കൊടുത്ത സിഗ്നൽ എന്താണോ സെയിം സിഗ്നലാണ് ഇവിടെ കിട്ടുക. അതിൻ്റെ ഫ്രീക്വൻസിയിലോ അതിൻ്റെ മറ്റ് ഷേപ്പിലോ ഒരു വ്യത്യാസം വരില്ല. ഷേപ്പിൽ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ നമ്മൾ സംസാരിക്കുന്ന സൗണ്ടിൻ്റെ കണ്ടന്റ് തന്നെ മാറിപ്പോവും. ഇപ്പം ഞാൻ ഈ വർത്തമാനം പറഞ്ഞ് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാര്യമുണ്ടല്ലോ, ഇതിൻ്റെ ഷേപ്പ് മാറിക്കഴിഞ്ഞാൽ നിങ്ങൾ കേൾക്കുന്ന വേറെ വല്ലതും ആയിരിക്കും. അതേസമയം ഇതിൻ്റെ ഫ്രീക്വൻസി മാറിക്കഴിഞ്ഞാൽ സംഭവിക്കുന്നത് ബാസ് എന്ന് പറയുന്നൊരു അവസ്ഥയുണ്ടല്ലോ. ബാസ് എന്ന് പറയുന്നത് ലോ ഫ്രീക്വൻസിയാണ്. അപ്പോൾ ലോ ഫ്രീക്വൻസി സിഗ്നലിലേക്ക് ഇത് മാറിക്കഴിഞ്ഞാൽ എൻ്റെ സംസാരം ഭയങ്കര ഹാർഡായിട്ട് മാറും. ഇപ്പോൾ ചില ആപ്ലിക്കേഷനുകളൊക്കെ ഉണ്ടായിരുന്നല്ലോ ചൈന ഫോണുകളിൽ നിന്നൊക്കെ നമുക്ക് സൗണ്ട് മാറ്റാൻ പറ്റുന്നത്. നമ്മൾ സംസാരിച്ചിട്ട് ആ സൗണ്ടിനെ നമുക്ക് ഒരു നല്ല ഘനഗാംഭീര്യമുള്ള സൗണ്ടിലേക്ക് മാറ്റാം, സ്ത്രീകളുടെ സൗണ്ടിലേക്ക് മാറ്റാനൊക്കെ പറ്റും. ഇപ്പോൾ സ്ത്രീകളുടെ സൗണ്ട് എന്നൊക്കെ പറയുന്നത് ഹൈ ഫ്രീക്വൻസിയാണ്. അപ്പോൾ ആ വോയിസിനെ ഹൈ ഫ്രീക്വൻസിയിലേക്ക് മാറ്റുകയോ അല്ലെങ്കിൽ ലോ ഫ്രീക്വൻസിയിലേക്ക് മാറ്റുകയോ ചെയ്യുന്നതാണ്. അതിൻ്റെ ഫ്രീക്വൻസി ചേഞ്ച് ആക്കുമ്പോഴാണ് അതിൻ്റെ ആ ഒരു ഗൗരവത്തിൽ മാറ്റം വരുന്നത്. അപ്പോൾ ഇവിടെ ആംപ്ലിഫയറിൽ ഇതിൽ ഫ്രീക്വൻസീസിൽ ഒന്നും ഒരു ചേഞ്ചസും വരുന്നില്ല. പകരം ഇതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് മാറും, ഇതിൻ്റെ ഹൈറ്റ് മാറി. ഇവിടെ 3 വോൾട്ടുള്ള സിഗ്നൽ കൊടുത്തിട്ട് ഇവിടെ 6 വോൾട്ടുള്ള സിഗ്നലിലേക്ക് അത് മാറ്റപ്പെട്ടു. അപ്പോൾ അങ്ങനെ മാറ്റപ്പെട്ടത് ഈ ഒരു ട്രാൻസിസ്റ്റർ കൊണ്ടാണ്. ട്രാൻസിസ്റ്റർ കൊണ്ട് മാത്രമല്ല, ഈ റെസിസ്റ്റേഴ്സൊക്കെ വെച്ചിട്ട്. പക്ഷെ മാറി കിട്ടിയപ്പോൾ ഇവിടെ നമുക്ക് ഇങ്ങനെ ഒരു ഷേപ്പിൽ വ്യത്യാസം, ഈ ഫേസിൽ വ്യത്യാസം വന്നത് ഒഴിച്ച് കഴിഞ്ഞാൽ വേറെ ഒരു വ്യത്യാസം വരുന്നില്ല. സെയിം സിഗ്നൽ തന്നെ അപ്പുറത്ത് കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇതാണ് ഒരു ആംപ്ലിഫയറിൻ്റെ ബേസിക് പ്രവർത്തനം എന്ന് പറയുന്നത്. സിമ്പിളായിട്ടൊരു ആംപ്ലിഫയർ ഇത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇനി ഇതിൻ്റെ ഈ ഒരു ആംപ്ലിഫയറിൽ ഈ ഷേപ്പിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. അതിനെ നമുക്കിനി മാറ്റി വരുത്തണം. ഇത് പിന്നെ കൂടാതെ ഇവിടെ സംശയം വരാം, 6 വോൾട്ടിലാണ്, 0-ത്തിലല്ല ഗ്രാഫിൻ്റെ റെഫറൻസ് കിടക്കുന്നത്. അതൊക്കെ സോൾവ് ആക്കാൻ വേണ്ടിയിട്ട്, ഗ്രാഫിൻ്റെ റെഫറൻസ് ഒക്കെ സോൾവ് ആക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു കപ്പാസിറ്ററിനെ വെച്ച് കൊടുക്കും. കപ്പാസിറ്റർ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും കപ്പാസിറ്റർ ഇവിടെയുള്ള DC കടത്തി വിടില്ല. ഇവിടെയുള്ള DC ഭാഗത്തെ കടത്തി വിടാതെ AC മാത്രമേ ഇപ്പുറത്തേക്ക് കടത്തി വിടും. അപ്പോൾ നമുക്കിവിടെ ഇപ്പം ഇങ്ങനെ ഈ സിഗ്നലായിട്ട് കിട്ടും. അതാ 6 വോൾട്ട് ലെവലുണ്ടായിരുന്നു നേരെ 0യിലേക്ക് ഷിഫ്റ്റ് ആയിട്ട് വരും. അതുകൂടാതെ ഇവിടെയും ഒരു കപ്പാസിറ്റർ വെച്ച് കൊടുക്കും. അത് മറ്റൊന്നിനുമല്ല, ഇവിടെ നമ്മൾ ആദ്യം വെച്ച ഈ ബയാസിങ് വോൾട്ടേജ് ഉണ്ടല്ലോ 3 വോൾട്ട്, ആ വോൾട്ടേജ് ഇപ്പുറത്തേക്ക് കടക്കരുത്. അത് ഇപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടുത്തെ വോൾട്ടേജ് ലെവൽ ആകെ മാറിയല്ലോ. അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു കപ്പാസിറ്ററിനെ വെച്ച് കൊടുത്തിട്ടുണ്ടാകും. എന്നാൽ സിഗ്നൽ ഇങ്ങോട്ട് പോരും വേണം. AC കപ്പാസിറ്ററിലൂടെ പാസ് ചെയ്യുന്നതുകൊണ്ട് ഇവിടെ ഇങ്ങനെ ഒരു കപ്പാസിറ്ററിനെ അറേഞ്ച് ചെയ്തിട്ടുണ്ടാകും. ഇനി ഇതിലെ കപ്പാസിറ്റർ കപ്ലിംഗ് ആണ് ഇവിടെ നടക്കുന്നത്. കപ്ലിംഗ് കപ്പാസിറ്റർ എന്നാണ് അതിനെ പറയുക. കപ്പാസിറ്റർ കപ്ലിംഗ്
ആയിട്ടുള്ളതാണ് ഉപയോഗിക്കുന്നത്. ശരിക്കും RC കപ്ലിംഗ് എന്ന് പറയും, റെസിസ്റ്റർ കപ്പാസിറ്റർ കപ്ലിംഗ്. ഈ റെസിസ്റ്ററും ഈ കപ്പാസിറ്ററും കാരണത്തോടെ പുറത്തേക്ക് സപ്ലൈ പാസ് ചെയ്യുന്നതുകൊണ്ട് RC കപ്ലിംഗ് എന്ന് പറയും. ഇനി ഇതല്ലാത്ത വേറെ കുറേ കപ്ലിംഗ് സിസ്റ്റങ്ങളുണ്ട്. ട്രാൻസ്ഫോമർ കപ്ലിംഗ് ഒക്കെ വരുന്നുണ്ട്. ട്രാൻസ്ഫോമർ വെച്ചിട്ടായിരിക്കും ഇവിടെ ഉള്ള ഓഡിയോ സിഗ്നലിനെ അപ്പുറത്തേക്ക് പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ട്രാൻസ്ഫോമറിനെ സെറ്റ് ആക്കിയിട്ടുണ്ടാവും. ഇപ്പോൾ ഈ ട്രാൻസ്ഫോമറിൽ നേരെ ഇവിടെ സ്പീക്കറിനെ കണക്ട് ചെയ്യാം. ഇത്തരത്തിൽ ട്രാൻസ്ഫോമർ കപ്ലിംഗ് ഉണ്ട്. വലിയ PA സിസ്റ്റങ്ങളിലൊക്കെ ട്രാൻസ്ഫോമർ കപ്ലിംഗ് സിസ്റ്റങ്ങളൊക്കെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതൊരു സിംഗിൾ സ്റ്റേജ് ആംപ്ലിഫയർ ആണ്, ട്രാൻസിസ്റ്റർ ആംപ്ലിഫയർ. ഇതിൻ്റെ കൂടെ ഇനി ഇതേപോലത്തെ ഒരു സർക്യൂട്ട് കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഡബിൾ സ്റ്റേജ് ആയി, അങ്ങനെ മൾട്ടി സ്റ്റേജ് ഉണ്ടാക്കാം. അപ്പോൾ ഇതിൽ നിന്ന് കിട്ടിയ സിഗ്നലിൽ ഒന്നുകൂടെ അത് ആംപ്ലിഫൈ ചെയ്യും. ഫോർ എക്സാമ്പിളായിട്ട് ഇവിടെ ഒരു സർക്യൂട്ട് കൂടെ ഇതേപോലത്തെ ഒരു സർക്യൂട്ട് കൂടെ അറേഞ്ച് ചെയ്ത് വെച്ചു എന്ന് കരുതുക. നേരത്തെ കണ്ട ഇവിടെയുള്ള അതേ സർക്യൂട്ട് ഇപ്പുറത്തൊന്ന് അറേഞ്ച് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പുറത്ത് കിട്ടുന്ന സിഗ്നൽ ഇങ്ങനെയായിരിക്കും. കാരണം ഇയാൾ ഇതിനെ തല തിരിച്ചിട്ട് ഇവിടെ തന്നു, ഇങ്ങനെ തന്നു. ആ തല തിരിഞ്ഞതാണ് ഇതിലേക്ക് കൊടുക്കുന്നത്. അപ്പോൾ അത് വീണ്ടും ഒന്നുകൂടെ തല തിരിച്ചിട്ട് ഇങ്ങനെ തരും. നമുക്ക് ഇവിടുത്തെ സിഗ്നൽ അതേപോലെ തന്നെ ഇപ്പുറത്തേക്ക് കിട്ടും. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനെ ആംപ്ലിഫൈ ചെയ്ത് ഇപ്പുറത്തേക്ക് എത്തിക്കാം. 2 സ്റ്റേജോടെ വരുമ്പോൾ ഒന്നുകൂടെ ആംപ്ലിഫൈ ചെയ്യുന്നതിൻ്റെ അളവിൽ മാറ്റം വരും. അപ്പോൾ അങ്ങനെ ആംപ്ലിഫൈ ചെയ്തിട്ട് വലിയ സ്പീക്കറുകൾ ഓപ്പറേറ്റ് ചെയ്യുന്ന തരത്തിലേക്ക് മാറ്റാൻ പറ്റും. ഇതാണ് ഒരു ബേസിക് ആംപ്ലിഫയറിൻ്റെ പ്രവർത്തനം എന്ന് പറയുന്നത്. ആദ്യം മനസ്സിലാക്കുക, ഇതൊരു ബേസിക് പ്രവർത്തനത്തെക്കുറിച്ച് ഐഡിയ ഉണ്ടാക്കാൻ വേണ്ടി മാത്രം പറഞ്ഞ കാര്യമാണ്. ഇതിൻ്റെ റെസിസ്റ്ററുകളുടെയും കപ്പാസിറ്ററുകളുടെയും വാല്യൂ കാര്യങ്ങളൊന്നും, അതുപോലെ അവിടുത്തെ വോൾട്ടേജ് കാര്യങ്ങളൊന്നും ഞാൻ ജെനുവിൻ ആയിട്ടുള്ള വാല്യൂസ് അല്ല പറഞ്ഞിട്ടുള്ളത്. അത് കുറച്ച് കണക്കുകൾ കൂട്ടിയിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് പോളിയിൽ പഠിക്കുന്ന ആളുകൾക്ക് കുറച്ചുകൂടെ ഉപകാരപ്രദമാണെന്ന് കരുതുന്നുണ്ട്. കാരണം അതിൽ കണക്കുകൾ കൂട്ടലുണ്ട്. പക്ഷേ അതിൻ്റെ ഫുൾ പ്രവർത്തനം എന്താണെന്ന് ഐഡിയ കിട്ടിയിട്ടുണ്ടാവില്ല. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് റിയൽ ആയിട്ടുള്ള ഒരു ആംപ്ലിഫയർ ബോർഡ് അസംബ്ലിങ് എങ്ങനെയെന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ പറയാം. ഒരു ട്രാൻസിസ്റ്റർ വെച്ചിട്ടല്ല, IC വെച്ചുള്ള ആംപ്ലിഫയറുകൾ എങ്ങനെ ചെയ്യാമെന്നുള്ള കാര്യമായിട്ട് നമുക്ക് വീണ്ടും ഒരു വീഡിയോയുമായിട്ട് കാണാം. വിഷ് യു ആൾ ദി ബെസ്റ്റ്.